പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് നടന്നിട്ടുള്ള ഈ മഹാദുരന്തം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തത്ര അതിഭീകരമായിട്ടുള്ള ഒരു മഹാദുരന്തമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുത്തമലയിലും കവളപ്പാറയിലും കൂട്ടിക്കലിലും പെട്ടിമുടിയിലും ഒക്കെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു, മഹാപ്രളയം നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ ഈ വയനാടുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ ഏതാണ്ട് ഒരു 250-ലധികം ആളുകൾ ഇതുവരെ അവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. എത്ര മൃതദേഹങ്ങൾ ഇനി ലഭിക്കാനുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് യാതൊരു പിടിയും. സാധാരണക്കാരും ദരിദ്രരും നിസ്വരുമായിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും അവിടെ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പുറത്ത് വരുന്ന വിവരം. സുഹൃത്തുക്കളെ, ആ ദുരന്തമുണ്ടായത് സാങ്കേതികമായി പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള മഴ അതിൻ്റെ പ്രത്യാഘാതമാണ് എന്ന് നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ തീവ്രമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഭൂമിയിലുള്ള പ്രത്യാഘാതം അതിതീവ്രമാകാനുള്ള കാരണം ഭൂമിയിൽ മനുഷ്യൻ നടത്തിയിട്ടുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഇടപെടലുകളാണ് എന്നുള്ളത് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഭൂ ഉപയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റം, പാറമടകളുടെ പ്രവർത്തനം, വയനാടിനെ ആകെ കൈയടക്കിയിട്ടുള്ള റിസോർട്ട് മാഫിയയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വിവേചനരഹിതമായിട്ടുള്ള കുന്നും മലയും ഇടിച്ചിട്ടുള്ള ഈ ദേശീയ പാതയുടെ നിർമ്മാണം, ഇതൊക്കെ കൊണ്ട് ഭൂമിയുടെ രൂപത്തിലും ഭാവത്തിലും വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രത്യാഘാതം ഇത്രയേറെ മാഗ്നിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിന്ന് രാവിലെ വയനാട്ടിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള എൻ ബാദുഷയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഞെട്ടിക്കുന്നൊരു കണക്ക്, 1000 ചതുരശ്ര കിലോമീറ്ററാണ് വയനാടിൻ്റെ ഭൂവിസ്തൃതി എങ്കിൽ അവിടെ ഒരു 10,000-ത്തിനടുത്ത് റിസോർട്ടുകളുണ്ട് എന്നാണ് എന്നോട് ശ്രീമാൻ എൻ ബാദുഷ പറഞ്ഞത്. ചെറുതും വലുതുമായിട്ടുള്ള റിസോർട്ടുകൾ, വെച്ചാൽ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളിൽ റിസോർട്ടുകൾ, കുന്നിൻ ചരിവുകളിൽ ഉള്ള റിസോർട്ടുകൾ, ആ റിസോർട്ടിന് വേണ്ടി കൃത്രിമമായിട്ടുള്ള തടാകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അനധികൃതമായി പണിതിട്ടുള്ള ആയിരക്കണക്കിന് റിസോർട്ട് മാഫിയ അവിടെ പരിസ്ഥിതിയെ ഏറ്റവും ദുർബലമാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അത്തരം റിസോർട്ടുകളുടെ കടനാക്രമണം കൊണ്ടാണ് ഈ ഭൂപയോഗത്തിൽ ഇത്രയും മാറ്റം വന്നത് എന്നും തീവ്രമായിട്ടുള്ള മഴ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് ഉണ്ടായിരുന്ന നിബിഡമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ജൈവ വൈവിധ്യത്തിന് ആ മഴയെ താങ്ങാനുള്ള ശക്തി അന്നുണ്ടായിരുന്നുവെന്നും, എന്നാൽ ഇന്ന് തീവ്രമായ മഴ പെയ്യുമ്പോൾ ആ മഴയെ താങ്ങാനുള്ള ശക്തി ഭൂമിക്കില്ലാതിരിക്കുന്നത് മനുഷ്യൻ ഭൂമിയിൽ നടത്തിയിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള ഇടപെടലാണ് എന്നും ആ പരിസ്ഥിതി പ്രവർത്തനമായിട്ടുള്ള എൻ ബാദുഷ എന്നോട് പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റ്, വയനാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് റിസോർട്ട് മേഖലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൂറിസം മേഖലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ പതിറ്റാണ്ടുകളായി അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം വ്യവസായമാണ് അവിടെ ഏറ്റവും വലിയ ഒന്നാം പ്രതി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ അവിടുത്തെ ടൂറിസം മേഖലയിലെ ഏറ്റവും വിവേചനരഹിതമായിട്ടുള്ള, ഏറ്റവും നീതിരഹിതമായിട്ടുള്ള, ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇടപെടൽ നടത്തിയ ഒരാൾക്കെതിരെ അടിയന്തരമായി കേസെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അയാളെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യണം എന്ന് പോലും എനിക്ക് ആവശ്യമുണ്ട്. അയാളുടെ പേരാണ് ബോബി ചെമ്മണ്ണൂർ. അയാളെക്കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലത്തെ ഒരു വ്യക്തിയാണ് അയാൾ ഉപയോഗിക്കുന്ന ഭാഷ, മലീമസമായിട്ടുള്ള ഭാഷ, ഈ പറഞ്ഞ പോലെ ദ്വയാർത്ഥം ഉപയോഗം, അതൊക്കെ കൊണ്ട് ഞാൻ അധികമൊന്നും അയാളെ ഒന്നും കാണാറില്ല. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നൊരു മനുഷ്യനാണ് അയാൾ. അതിനേക്കാൾ ഉപരി അയാളുടെ ബിസിനസ് ബന്ധങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആരോപണങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പല ബിസിനസ്സുകൾ അയാൾക്കുണ്ട്, അതൊക്കെ പലതും ദുരൂഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതുണ്ട്. പ്രത്യേകതരം വേഷവിധാനത്തിലൊക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ടില്ല. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വളരെ മലീമസമാണ് അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. അയാൾ ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 8-10 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയുമായിട്ടൊരു തർക്കത്തിലേർപ്പെട്ടു. ഷാജൻ സ്കറിയ അയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്കെതിരെ അയാൾ പ്രതികരിച്ചു.
പ്രതികരിച്ചിട്ട് ഷാജൻ എൻ്റെ പിന്നെ മറുനാടൻ മലയാളി ഒരു നുണ ഫാക്ടറിയാണെന്നും മറുനാടൻ മലയാളി തന്നെക്കുറിച്ച് ചെയ്തത് പറഞ്ഞിട്ടുള്ളതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി താൻ മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളി അദ്ദേഹം ഉയർത്തി. അതിനെതിരെ ഷാജനും വെല്ലുവിളി ഉയർത്തി. ആ വെല്ലുവിളി ഇങ്ങനെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഷാജൻ അവസാനമായിട്ട് പറഞ്ഞത് തൻ്റെ ഓഫീസിലേക്ക് അയാൾ ഓഗസ്റ്റ് 4 വരട്ടെ, പക്ഷേ വരുമ്പോൾ താനും ബോബി ചെമ്മണ്ണൂരുമായി നടക്കുന്ന ചർച്ച ലൈവായിരിക്കും എന്ന് പറഞ്ഞുവെന്നും ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ പയ്യെ ആ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറി എന്നൊക്കെയുള്ള വാദഗതിയാണ് ഷാജൻ ഉയർത്തിയിട്ടുള്ളത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അയാൾ ഷാജൻ സ്കറിയയ്ക്കെതിരായിട്ട് അയാളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒന്നിലധികം വീഡിയോകൾ ചെയ്തു. അതിലൊരു വീഡിയോയിൽ ഷാജൻ സ്കറിയ പിന്നെ ഉയർത്തിയ വാദഗതികൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് താനിങ്ങനെ ഷാജൻ സ്കറിയയുടെ ഓഫീസിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു വീഡിയോയിൽ ഒരു ഭാഗത്ത് അയാൾ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് വയനാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വയനാടുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരാ, മേപ്പാടി എന്ന് പറയുന്ന ഈ ദുരന്തം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു കാര്യം അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേപ്പാടിയിൽ 1000 ഏക്കർ സ്ഥലത്ത് അയാളൊരു ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് വിശദമായി അയാൾ ഷാജന് മറുപടി എന്നോണം പറയുന്നത്. മറുപടി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഷാജൻ ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂരിന് പിന്നെ വയനാട് 1000 ഏക്കർ ഉണ്ട് എന്ന് താൻ പറഞ്ഞിരുന്നു. എന്നാൽ 1000 ഏക്കർ അദ്ദേഹത്തിനില്ല, 120 ഏക്കറേ ഉള്ളൂ എന്ന് ഒരു പരാമർശം ഷാജൻ സ്കറിയ നടത്തുന്നുണ്ട്. അതിന് മറുപടിയായി ബോബി ചെമ്മണ്ണൂർ പറയുന്നത് അത് തെറ്റാണ്. ഷാജൻ പറയുന്നത് പോലെ 120 ഏക്കർ സ്ഥലമല്ല, എനിക്ക് 1000 ഏക്കർ സ്ഥലം അവിടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൂറിസം പദ്ധതിയുടെ വിശദാംശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ആ ഷാജൻ സ്കറിയയ്ക്കെതിരെ ചെയ്ത ആ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ഇനിയൊന്ന് കേൾക്കാം. മിസ്റ്റർ ഷാജൻ, താങ്കൾ ഒരുപാട് വർഷങ്ങളായി എന്നെയും എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്കൊക്കെ അറിയാം. ആരും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് ഞാൻ, മിസ്റ്റർ യൂസഫ് അലി, പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കേരളത്തിൽ പിന്നെ ഇനി ആരാണ് ബാക്കി നല്ല ബിസിനസ്സുകാരുള്ളതെന്ന് എനിക്കറിയില്ല. എനിവേ, താങ്കളുടെ ഈ വാർത്ത കണ്ടതുകൊണ്ടല്ല ഞാൻ മറുപടി നൽകുന്നത്. കാരണം ഇത് താങ്കൾക്ക് മാസം തോറും 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ താങ്കൾ വരുമാനമുണ്ടാക്കുന്നുണ്ട് എന്നറിയാം. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം നൽകുന്നത്. അപ്പോൾ 35ഓളം ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 35ഓളം വ്യാജ വാർത്തകളാണ് താങ്കൾ എനിക്കെതിരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാൻ ഒരു 10 മണിക്കൂർ വേണം. അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് 4 എപ്പിസോഡാക്കി മാറ്റാം. ആദ്യത്തെ എപ്പിസോഡ് ഒരു 10 ചോദ്യങ്ങളും താങ്കൾ ചമച്ച വ്യാജ വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ്. ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച, അല്ലെങ്കിൽ 5-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് താങ്കൾ തയ്യാറാണോ? ഞാൻ 2 ദിവസം തിരുവനന്തപുരത്തുണ്ട്. മാത്രമല്ല, എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട്. താങ്കൾ എന്നെ ഇന്റർവ്യൂ ചെയ്തോളൂ. ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ. അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. താങ്കളും താങ്കളുടെ ഭാര്യ, താങ്കളുടെ ബ്രദർ, ഫാദറുണ്ട്. അവരെക്കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. താങ്കളുടെ ബ്രദർ, ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരിമറി, ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നെക്കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്ന് ആ ഫാദറോട് ചോദിച്ചറിയാനും, താങ്കളുടെ ഭാര്യ ഗവൺമെന്റിന്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ചതും കേസും ഒരുപാട് വിഷയവും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിച്ചാൽ അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർവ്യൂ ആവാം. അപ്പോൾ താങ്കളുടെ
മറുപടിക്കായി ഞാൻ കാത്തിരിക്കും. അപ്പോൾ മിസ്റ്റർ സാജൻ, ഞാൻ എൻ്റെ എല്ലാ രേഖകൾ സഹിതം അവിടെ വന്ന് താങ്കൾ ഈ പറഞ്ഞതൊക്കെ വ്യാജ വാർത്തയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇനി തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിൽ, നോ പ്രോബ്ലം. മനുഷ്യനല്ലേ, തെറ്റുപറ്റില്ലേ ആർക്കും. മനുഷ്യന് പരിവർത്തനം സംഭവിക്കാം, കുറ്റബോധമുണ്ടാകാം, തിരുത്തലുണ്ടാകാം. അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്, അതൊരു ക്വാളിറ്റിയാണ്. അതിൽ കൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട അങ്ങനെ തോന്നിയാൽ. തുടർന്ന് ഈ നിങ്ങളുടെ വാർത്താ ചാനൽ നിർത്തിയാൽ പോലും വിഷമിക്കേണ്ട. ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാജന് ബോച്ചെ ഒരു ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തരാം. അത് വെച്ച് അന്തസ്സായി ബിസിനസ് ചെയ്തുകൊണ്ട് സത്യസന്ധമായി മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരു ഓഫറാണ് ഞാൻ തരുന്നത്. മിസ്റ്റർ സാജൻ, ഞാൻ ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം, നമ്പർ 1. അതായത് 1 കോടി രൂപ കൊടുത്ത് ആയിരക്കണക്കിന് കോടി ലാഭം ഉണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റി ബോച്ചെറ്റി. ഇത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാണ്. മിസ്റ്റർ സാജൻ, താങ്കൾ പറയുന്നു ബോച്ചെറ്റി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ ഞാൻ കൊള്ള ലാഭമുണ്ടാക്കി എന്നാണ് പറയുന്നത്. താങ്കൾ ഈ പറയുന്നത് നുണയാണ്, ഇത് വ്യാജ വാർത്തയാണ്. എനിക്ക് സത്യത്തിൽ 10 കോടിക്ക് മുകളിൽ നഷ്ടമാണ്. ആ നഷ്ടം കാണിക്കുന്ന രേഖയുമായി ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിൽ വരാൻ തയ്യാറാണ്. ബോച്ചെറ്റി വാങ്ങിയവർക്ക് ഒരു 9.5 ലക്ഷം പേർക്ക് ഇതുവരെ 22 കോടി രൂപയോളം കിട്ടിക്കഴിഞ്ഞു. 15,000-ഓളം പേർ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 400 പേർക്ക് ഞാൻ ഫ്രാഞ്ചൈസി കൊടുത്തു. അതിൽ 3-4 ആൾക്കാരൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ മാസം തോറും 50,000 മുതൽ 2 ലക്ഷം വരെ സമ്പാദ്യമുണ്ട്. ചുരുക്കം 3-4 പേര് കിട്ടിയ കാശിനൊക്കെ കള്ളും കുടിച്ച്, അല്ലെ കിട്ടിയ കാശൊക്കെ കളക്ഷൻ എടുത്തിട്ട് പ്രാരാബ്ദം തീർത്ത്, കടം തീർത്ത് അവസാനം ബോച്ചെ ടീ തീർന്നു, ടീ ഇല്ല, സ്റ്റോക്ക് തരൂ, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ് പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം ബോച്ചെറ്റി വാങ്ങിയവരും ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ നഷ്ടം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ഒരു കച്ചവടം ലാഭത്തിലാവില്ല. ഇതെന്താ കൊള്ളക്കച്ചവടം കള്ളക്കടത്തൊന്നുമല്ല. മിനിമം 1 വർഷമെങ്കിലും എടുക്കും ഇതൊക്കെ ലാഭത്തിലായി വരാൻ. പക്ഷേ താങ്കൾ എന്നെക്കുറിച്ച് ഇതുപോലെ മോശമായി എൻ്റെ ബ്രാൻഡിനെ നശിപ്പിക്കാൻ, എന്നെ കള്ളനാക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊള്ളക്കാരനാണ് 1000 കോടി ലാഭമുണ്ടാക്കി ബോച്ചെറ്റി ബിസിനസ്സിലൂടെ എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ജനങ്ങൾക്ക് അറിയാം നിങ്ങളിത് മാസം കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്, നിങ്ങളുടെ ഉപജീവന മാർഗമാണ്. എങ്കിലും പറയേണ്ട ഒരു ബാധ്യതയുള്ളത് കൊണ്ട് പറയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് വ്യാജമാണെങ്കിൽ ഞാൻ രേഖകൾ സഹിതം താങ്കളുടെ സ്റ്റുഡിയോയിൽ വന്നത് തെളിയിച്ചാൽ താങ്കൾ പറഞ്ഞത് നുണയാണെന്ന് സമ്മതിക്കുമോ? താങ്കളുടെ ഈ വ്യാജ വാർത്താ ഫാക്ടറി അടച്ചുപൂട്ടാൻ തയ്യാറാണോ? എനിക്കൊരാളുടെ സ്ഥാപനം അടച്ചുപൂട്ടണതിലോ സന്തോഷമൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള വ്യാജ വാർത്താ പ്രസ്ഥാനങ്ങൾ ഇവിടെ സത്യസന്ധരായ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിനെ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തയ്യാറാണെങ്കിൽ മറുപടി വീഡിയോയിൽ താങ്കൾ അത് വ്യക്തമാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വരാം. ബോച്ചെറ്റിയും അത്തരത്തിൽ ഒരു സാങ്കേതികമായ തട്ടിപ്പാണ് എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ ചെയ്ത തുടക്കത്തിൽ വേഗമായി ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഇതിനോടൊപ്പം ബോച്ചെ കോടികൾ സമ്പാദിച്ച് കാണാം ബോച്ചെ നറുക്കെടുപ്പിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. അമ്മോ, ഇപ്പൊ എന്തായി? തൊട്ടു മുമ്പ് പറയുന്നു ബോച്ചെ ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള ലാഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് 10 കോടിയിലധികം നഷ്ടമാണെന്നും 2 മാസം കൊണ്ട് ഒരാൾക്ക് ഇത്ര കാശ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ
ഉടൻ ജാമ്യം എടുത്തിട്ട് പറയുകയാണ്, അത് ഞാൻ വേഗമായിട്ട് പറഞ്ഞതാണ്. വേഗ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, വേഗത്തിൽ പറഞ്ഞു എന്നല്ല, വേഗ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. പറയാം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. വേഗ് എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സാജൻ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. മലയാളത്തിൽ പറഞ്ഞോടെ? മലയാളത്തിൽ പറഞ്ഞ എന്താ പറയുക? ഞാൻ മാറ്റി പറഞ്ഞു, ബോച്ചെ 1000 കോടി രൂപ പറ്റിച്ചു, അല്ലെങ്കിൽ കൊള്ളലാഭം ഉണ്ടാക്കി ബോച്ചേറ്റിയിലൂടെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അത് പിന്നീട് മനസ്സിലായി അതല്ല എന്ന്. അതുകൊണ്ട് തെറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ അത് ഞാൻ വ്യാജമായി പറഞ്ഞതാണ് എന്നാണ് പറയേണ്ടത്. വേഗ് എന്ന് പറഞ്ഞിട്ടേ, നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്കൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയും. നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നിങ്ങൾക്ക് മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്നത്. ഇത് കാണുന്ന മലയാളികൾക്കൊക്കെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വ്യാജമായി പറഞ്ഞു എന്നുള്ള വാക്കിന് പകരം നിങ്ങൾ വേഗമായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന്. അതെങ്ങനെയാ മാറ്റി പറയാൻ? ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ വരാമെന്ന് പറഞ്ഞു രേഖകളുമായി. അപ്പോഴേക്കും താങ്കൾ ജാമ്യം എടുത്തു. ഇങ്ങനെ ജാമ്യം എടുക്കുകയാണെങ്കിൽ ഞാൻ 35 ചോദ്യം 4 എപ്പിസോഡായിട്ട് ഒരു മാസത്തിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ഓരോന്നിൻ്റെയും സത്യസന്ധമായ രേഖകൾ ഹാജരാക്കി പറയുമ്പോൾ, ഇത് വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ, ഉത്തരം മുട്ടുമ്പോൾ ജാമ്യമെടുക്കാൻ താങ്കൾ വേഗമായിട്ട് പറഞ്ഞ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്ന് എല്ലാം മാറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നതിന്റെ കാര്യമില്ല, അതിൽ പ്രത്യേകിച്ച് പ്രസക്തിയില്ല. അത് ശരിയല്ല സാജ. നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഒരാളുടെ വിളിച്ചിട്ട്, ഹലോ നിങ്ങളുടെ തന്ത ഇന്നേരല്ല എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയുകയാണ്, അതെ അത് ഞാൻ വേഗമായിട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ തന്ത ഇന്നാൾ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നണത്, ഇപ്പൊ എനിക്കത് ബോധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അത് ഞാൻ തെറ്റി പറഞ്ഞാൽ തോന്നുമാറ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചവനല്ല എന്ന് പറഞ്ഞതിന് തുല്യ അല്ലേ? അതായത് ആദ്യം ഒന്ന് അടിക്കുക, എന്നിട്ടൊന്ന് തലോടുക. അപ്പോ ഇതൊക്കെ ശരിയാണോ മിസ്റ്റർ സാജൻ? അതുകൊണ്ട് ഇത് ചോദ്യം നമ്പർ 2, ഇതെന്റെ രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇതിന്റെ രേഖകളുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തുന്നതാണ്. താങ്കൾ പറഞ്ഞത് നുണയാണെങ്കിൽ, ഇത് വ്യാജ വാർത്തയാണെങ്കിൽ നിങ്ങൾ ആ പ്രസ്ഥാനം, വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചു പൂട്ടുമോ എന്നുള്ളത് മറുപടിയിൽ എന്നോട് പറഞ്ഞാൽ, താങ്കൾ അതിന് തയ്യാറാണെങ്കിൽ ഞാൻ വരാം നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട്. മിസ്റ്റർ സാജൻ, ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചറിയണമെന്ന് പല പ്രാവശ്യമായി വിചാരിക്കുന്നു. നമ്മളൊക്കെ ഈ ബിസിനസ് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനത്തെ സിലബസുകളാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. സാജൻ ചിലപ്പോൾ എനിക്ക് തോന്നും പഠിച്ച കോളേജിൽ പഠിപ്പിച്ച സിലബസ് എങ്ങനെ ഒരു ബിസിനസ് അടച്ചു പൂട്ടിക്കാം എന്ന തരത്തിലുള്ള ഒരു സിലബസ്, അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവും. എനിക്കറിയില്ല. സാജന് UK-ലൊക്കെ എന്തോ ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ UK-ല് ഇതുപോലത്തെ സിലബസ് ഉള്ള കോളേജുകളൊക്കെ ഉണ്ടോ? അപ്പൊ മിസ്റ്റർ സാജൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. കൃത്യമായി കൂപ്പൺ കിട്ടും, കൃത്യമായി നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്, പക്ഷെ ചായ കിട്ടത്തില്ല. അപ്പൊ മിസ്റ്റർ സാജൻ പറയുന്നത് ചായപ്പൊടി കിട്ടുന്നില്ല എന്നാണ്. അയ്യോ, ഞാൻ എത്ര ലക്ഷം പേർക്ക് ബോച്ചേട്ടി ചായപ്പൊടി കൊടുത്തു, അതിന്റെ രേഖകളുമായിട്ട് ഞാൻ വരാം. പിന്നെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോഴല്ല, തുടക്കത്തിൽ. അത് നമ്മൾ എടുത്ത ലോജിസ്റ്റിക്സ് പാർട്ട്ണർ, അതായത് ഹോം ഡെലിവറി ചെയ്യുന്ന ഏജൻസി കുറേ പേർക്ക് കൊടുത്തു, കുറേ പേർക്ക് കൊടുക്കാതെ അവരുടെ ഓഫീസിലിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് വീഴ്ചകൾ ആ ലോജിസ്റ്റിക് പാർട്ട്ണറിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് മാറ്റി ഇപ്പോൾ വേറെ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ചായപ്പൊടി കിട്ടിയില്ലെങ്കിൽ
ഉടൻ പറയുക തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഉടായ്പാണ്, ബോച്ചേറ്റി. ആർക്കും ചായപ്പൊടി കൊടുത്തിട്ടില്ലേ? എത്രയോ ഇപ്പോൾ 500ഓളം സെന്ററുകളുണ്ട്. ബോച്ചെ ഗോൾഡ് ലോൺ 300 സ്ഥാപനങ്ങൾ, ജ്വല്ലറി, മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി, ഇങ്ങനെ പല സ്ഥലത്തും ഫ്രാഞ്ചൈസികളുമായിട്ട് ഒരു 500-600 സ്ഥലങ്ങളിൽ സാധനം ലഭ്യമാണ്. എത്രയോ ലക്ഷക്കണക്കിന് പാക്കറ്റുകൾ ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ ചിലര് വന്ന് വാങ്ങാറില്ല. അത് അവർക്ക് ഇഷ്ടമുള്ള ഒന്നായിട്ട് വന്ന് വാങ്ങും, ചിലപ്പോൾ ചിലർ വാങ്ങില്ല. അത് അവർക്ക് എപ്പോൾ വന്നാലും സാധനം അവിടെ ഉണ്ട്. അല്ലാണ്ട് എനിക്കിപ്പോൾ ഈ 40 രൂപയുടെ ചായപ്പൊടി പറ്റിക്കണോ? എനിക്ക് ചായപ്പൊടി കൊടുത്ത് മര്യാദയ്ക്ക് കച്ചവടം ചെയ്താൽ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ലാഭം കിട്ടും. ഈ ചായപ്പൊടി കൊടുക്കാതെ ചീത്തപ്പേര് ഉണ്ടാക്കണോ? അപ്പോൾ ചായപ്പൊടി കൊടുത്തിട്ടും ചായപ്പൊടി കിട്ടിയില്ല എന്നുള്ള ചീത്തപ്പേര് ഉണ്ടാക്കരുത് സാജൻ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തായാലും ഞാൻ നമ്മളുടെ രേഖകൾ, തെളിവുകൾ സഹിതം താങ്കളുടെ സ്റ്റുഡിയോയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 പാക്കറ്റ് ബോച്ചേറ്റി ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഇന്റർവ്യൂ അല്ലേ, ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ബോച്ചേറ്റി സൂപ്പർ സ്ട്രോങ് ചായ കുടിച്ചുകൊണ്ടാവാം ഇന്റർവ്യൂ. താങ്കൾ അത് കഴിച്ചിട്ട് പറ, അടിപൊളിയാണോ, ടേസ്റ്റ് ഉണ്ടോ? ഇനി അല്ല കൂപ്പൺ വെച്ചിട്ട് താങ്കൾക്ക് ഇനി ഒരു കാറോ 10 ലക്ഷമോ വീടോ കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഒരു റിക്വസ്റ്റ്, അങ്ങനെ സത്യസന്ധമായിട്ട് തോന്നിയാൽ അതെങ്കിലും ഒന്ന് വിളിച്ചു പറയണം. സത്യസന്ധമായിട്ട് ഈ വീഡിയോയിൽ പറയണം, ബോച്ചേറ്റി സൂപ്പറാണ്, എനിക്ക് കാറ് കിട്ടി, അല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് 10 ലക്ഷം കിട്ടിയെന്ന് സത്യസന്ധമായിട്ട്. എപ്പോഴെങ്കിലും ഈ എല്ലാ വാർത്തയും എല്ലാം ഞാൻ ചെയ്യണത്, ഇതുവരെ ചെയ്തത് മുഴുവൻ തട്ടിപ്പാണ്, 100% തട്ടിപ്പാണ്, ഉടായ്പാണെന്ന് പറയാതെ ഇടയ്ക്കെങ്കിലും ചിലതൊക്കെ സത്യമാണെന്ന് പറഞ്ഞാലല്ലേ ആൾക്കാർ ഇത് വിശ്വസിക്കുകയുള്ളൂ. മൊത്തം ഒരാളെ കുറിച്ച് ഇങ്ങനെ അധിക്ഷേപിച്ച് ആൾക്കാർക്ക് കോമൺ സെൻസ് ഇല്ലേ? അതുകൊണ്ട് എൻ്റെ ഒരു സൈക്കോളജി, ഇടയ്ക്ക് കുറ്റം പറയാ, തട്ടിപ്പാണെന്ന് പറയാ, ഇടയ്ക്കൊക്കെ നല്ലതാണെന്നും ഇടയ്ക്ക് അങ്ങോട്ട് പറയൂ സാജ, അതുകൊണ്ടൊരു ദോഷം വരില്ല. അപ്പൊ മിസ്റ്റർ സാജൻ, നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വയനാട് മേപ്പാടിയിൽ 1000 ഏക്കർ ഭൂമി വാങ്ങിയെന്നും അത് AVTയുടെ ഭൂമിയായിരുന്നെന്നും അവിടെയാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും ഒക്കെ ചില വാർത്തകൾ ഞാൻ കണ്ടു. എന്നാൽ ഈ 1000 ഏക്കർ വാങ്ങി എന്ന് പറയുന്നത് പോലും ശരിയല്ല. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് 120 ഏക്കറോളം മാത്രമേ ഭൂമിയുള്ളൂ. അപ്പൊ മിസ്റ്റർ സാജൻ പറയുന്നത് AVT ഗ്രൂപ്പിൽ നിന്നും 1000 ഏക്കർ ഭൂമി വയനാട് മേപ്പാടിയിൽ ഞാൻ വാങ്ങി എന്ന് പറയുന്നത് നുണയാണ്. അപ്പൊ നമുക്കതൊന്ന് തെളിയിക്കണ്ടേ രേഖാമൂലം? സാജൻ ഈ പറയുന്നത് തെറ്റാണ്, നുണയാണ്, വ്യാജ വാർത്തയാണ്. ഞാൻ ഈ 1000 ഏക്കറയുടെ ഒരു പെട്ടി ആധാരമുണ്ട്, ഒരു പെട്ടി നിറച്ച ആധാരമായിട്ട് അങ്ങോട്ട് വരികയാണ്. ഈ ഭൂമി ബോച്ചെ ഭൂമിപുത്ര എന്ന കമ്പനിയുടെ പേരിലാണ്. ഈ ഭൂമിപുത്രയുടെ ഷെയർ ഹോൾഡിംഗ് എൻ്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഓണറാണ്. ഞാനും ചെമ്മണ്ണൂർ ജ്വല്ലറിയും ഞാൻ നിയമിച്ചിട്ടുള്ള ഡയറക്ടേഴ്സും കൂടിയതാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ഒരു കള്ളം പറയുക? അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് ഒരു പെട്ടി ആധാരവുമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിന് പുറമെ വയനാട്ടിൽ പോയാൽ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണ്ടേ? എവിടെ രജിസ്ട്രേഷൻ ഓഫീസിന് ഉണ്ടാവില്ല എല്ലാം. എത്ര കോടി രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്? ഇത്രയും വലിയ ഭൂമിയല്ലേ. അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഇത്രയും വലിയ ഇടപാട് തന്നെ നടന്നിട്ടില്ല. ഇത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനം ചെയ്യാൻ പോകണുള്ളൂ. എങ്കിലും ഇപ്പൊ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വരുമാനമൊക്കെ വേണ്ടേ? 100 ചില്ലാൻ ടെന്റുകളുണ്ട്, ടെന്റ് ടൂറിസം നടക്കുന്നുണ്ട്, 14 കോട്ടേജുകളുണ്ട്, ബംഗ്ലാവ് ഉണ്ട്, നമ്പർ 1 മഡ് ഹൗസ് ഉണ്ട്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇനി 100 കണക്കിന് കോട്ടേജുകളാണ് അവിടെ വരാൻ പോകുന്നത്. മാത്രമല്ല സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊഞ്ഞാല്, റോളർ സ്കേറ്റിംഗ് ആൻഡ് ഒരുപാട് റൈഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ. അപ്പോൾ ഞാൻ മിസ്റ്റർ സാജനെ നമ്മുടെ ബോച്ചെ 1000 ഏക്കറിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് അവിടെ ഒന്ന് അടിച്ചു പൊളിച്ച് താമസിക്കാം, ഭക്ഷണമൊക്കെ കഴിക്കാം, ഊഞ്ഞാലിലൊക്കെ ഒന്ന് കയറി എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി താങ്കളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയണം. മാത്രമല്ല ഏഷ്യയിൽ ഇല്ലാത്ത, കാനഡയിൽ മാത്രമുള്ള
ഒരു അടിപൊളി സംഭവം എന്റർടൈൻമെന്റ് ഞാൻ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് അതിന്റെ ചർച്ചയൊക്കെ ആയിട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 10,000 തൊട്ട് 20,000 ആൾക്കാർ ഈ 1000 ഏക്കറയിൽ വരണം. എന്റർടൈൻമെന്റ്, സ്റ്റേ, പിന്നെ ഒരു 1000 പശു, അതുപോലെ ഒരുപാട് സാധ്യതകളുള്ള ഭൂമിയാണ്. അപ്പൊ അതിന്റെ തുടക്കം ഇങ്ങനെ പതുക്കെ പതുക്കെ ആയി വരുന്നുണ്ട് സാജ. അപ്പൊ നമുക്ക് അവിടെ കാണാം. ഞാൻ ഒരു പെട്ടി ആധാരമായിട്ട് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നുണ്ട്. ഈ രേഖമൂലം ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് തെളിയിച്ചാൽ താങ്കൾ ഈ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ? അപ്പൊ മിസ്റ്റർ സാജൻ, ഈ എപ്പിസോഡിലെ ലാസ്റ്റാമതും 5ാമതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോച്ച് ഡയറക്ടർ ആയിരിക്കുന്ന എത്ര സ്വർണ്ണക്കടകളുണ്ടായി, അല്ലെങ്കിൽ ബോച്ച ഡയറക്ടർ ആയിരിക്കുന്ന എത്ര ബിസിനസ്സുകൾ? ധാരാളം ബിസിനസ്സുകൾ ബോച്ചെ കൊണ്ടെന്നാണല്ലോ പറഞ്ഞത്. ബോച്ച ടീ അടക്കം, ഫിജി കാർട്ട് അടക്കം അനേകം പ്രസ്ഥാനങ്ങൾ, കോപ്പറേറ്റീവ്, മലങ്കര സൊസൈറ്റി അടക്കം അനേകം ബിസിനസ് സംരംഭങ്ങൾ ബോച്ചയ്ക്കുണ്ടേ എന്ന് ബോച്ച പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഇതിൽ ഏതൊക്കെ സ്ഥാപനത്തിൽ ബോച്ച ഡയറക്ടറാണ്? ശരിയാണ് മിസ്റ്റർ സാജൻ പറഞ്ഞത്. ഞാൻ എൻ്റെ എല്ലാ ബിസിനസ്സിലും ചെയർമാനും MDയും ഡയറക്ടറും മാനേജറും ഒന്നും അല്ല എന്ന് സത്യമാണ്. അതിപ്പോ ഏത് അംബാനി ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ് ഒക്കെ എടുത്താലും ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ട്. 1000കണക്കിന് ഡയറക്ടർമാരുണ്ട്. കുറെ പേര് സ്റ്റാഫായിരിക്കും, അവർ കുടുംബക്കാരായിരിക്കും, വിശ്വസ്തരായിരിക്കും. അല്ലാതെ ഒരു ഓണർ ഷെയർ ഹോൾഡിംഗ് നടത്തുമായിരിക്കും, അതിൻ്റെ ഓണർഷിപ്പ് ആളുടെ കയ്യിലായിരിക്കും. പിന്നെ വിശ്വസ്തരായ പലരും എൻ്റെ ഡയറക്ടറാണ്. എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, പലരുമാണ്. ഏതൊക്കെ കമ്പനിയിൽ ഞാൻ ഡയറക്ടർ ആവണം, ചെയർമാൻ ആവണം, MD ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ? ഇത് കോർപ്പറേറ്റ് കൾച്ചറിൽ ഇങ്ങനെ തന്നെയല്ലേ ബിസിനസ്? ബിസിനസ് അറിയുന്നവർക്കൊക്കെ ഇതെന്താണെന്ന് അറിയാം. അതിലിപ്പോൾ എന്താ തെറ്റ്? അല്ലെങ്കിൽ തന്നെ പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. മുതലാളിയുടെ പേരിലാണ് എല്ലാ ബിസിനസ്സും കമ്പനിയും ഒക്കെ. എല്ലാ വണ്ടി, കാറ്, ലോറി, ട്രാക്ടർ ഒക്കെ മുതലാളിയുടെ പേരിലായിരിക്കും. ആ കൾച്ചർ അങ്ങനെയായിരുന്നു. ഇപ്പൊ കോർപ്പറേറ്റ് കൾച്ചർ അങ്ങനെയല്ല. കാരണം എൻ്റെ പേരിലാണ് ഈ എല്ലാ വണ്ടികളും. ആരെങ്കിലും വണ്ടി ഓടിച്ച് ആരെങ്കിലും ഇടിച്ച് ആള് ചത്താൽ ഞാൻ പോലീസ് സ്റ്റേഷൻ, കോടതി കയറി ഇറങ്ങണോ? അല്ലെങ്കിൽ സ്റ്റാഫുകൾ കാലാകാലങ്ങൾ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം വരുമ്പോൾ ചിലപ്പോൾ സ്റ്റാഫുകൾ അത് അപ്ഡേറ്റ് അല്ലെങ്കിൽ ചില അപകടങ്ങൾ വരുത്തി വെക്കാറുണ്ട്, അതിന് ഫൈൻ അടയ്ക്കാറുണ്ട്. അപ്പോൾ ചില നിയമപ്രശ്നങ്ങളൊക്കെ കമ്പനിയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ഉത്തരവാദിയായ സ്റ്റാഫ് തന്നെയല്ലേ കോടതിയിലും അവിടെ ഇവിടെയൊക്കെ പോയി തിരുത്തേണ്ടത്? ഞാൻ എൻ്റെ ശിഷ്ടകാലം മുഴുവൻ കോടതിയിൽ പോയി നിൽക്കണോ? അല്ലെങ്കിൽ തന്നെ ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ വിഷണറിയാണ്. അയാൾക്ക് വിഷനാണ്, അയാൾ കണ്ടുപിടിക്കുന്ന ആളാണ്. അയാൾ എങ്ങനെ ഈ പ്രസ്ഥാനം ലോകം മുഴുവൻ എത്തിക്കണം, എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, എന്താണ് ഇതിൻ്റെ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് അയാളുടെ ബുദ്ധിയിൽ. അതിനുള്ള സ്പേസ് ആണ് അയാളുടെ ബ്രെയിനിൽ കൊടുക്കേണ്ടത്. അല്ലാണ്ട് എല്ലാ കൂലിപ്പണിയും എല്ലാവരും എടുക്കേണ്ട പണിയും ഓണറാണോ എടുക്കേണ്ടത്? അതുകൊണ്ട് അതിലെന്താണ് മിസ്റ്റർ സാജൻ താങ്കൾ തെറ്റായിട്ട് കാണുന്നത്? അപ്പൊ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ ഞാൻ ചെക്ക് ഒപ്പിടാൻ ഇരിക്കാന്ന് വിചാരിക്കും. 10-12 ബിസിനസ്സുകളുണ്ട്. 1000കണക്കിന് ചെക്ക് ഞാൻ ഇരുന്ന് ഒപ്പിട്ടാൽ മതി ഒരു ദിവസം. അങ്ങനെ ടാറ്റ അംബാനിയൊക്കെ ആണെങ്കിൽ ഒരു വർഷം എടുക്കും ഒരു ദിവസത്തെ ചെക്ക് ഒപ്പിടാൻ. അല്ലെ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഒപ്പിടണമെങ്കിൽ 4 ദിവസം വേണ്ടി വരും. ഇതാണോ എൻ്റെ പണി? അപ്പോൾ രേഖ അല്ലെങ്കിൽ ഞാൻ ഒപ്പിട്ട കടലാസാണോ മൊത്തം എൻ്റെ ബിസിനസിന്റെ എല്ലാ കടലാസും ഒപ്പിട്ടിട്ട് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റിലും എനിക്ക് ഒപ്പിടാൻ പറ്റുമോ? അതിന് വിശ്വസ്തരായ ഡയറക്ടർമാരുണ്ട്, സ്റ്റാഫായിരിക്കാം, ബന്ധക്കാരായിരിക്കാം, കുടുംബക്കാരായിരിക്കാം. അങ്ങനെയൊക്കെയല്ലേ ബിസിനസ് ചെയ്യുക. എല്ലായിടത്തേക്കും എനിക്ക് ഓടിയെത്താൻ പറ്റുമോ? പിന്നെ ഇതിലൊക്കെ വിശ്വാസമാണ്. അതായത് ഞാൻ എൻ്റേതായ ബിസിനസ് 90ലാണ് തുടങ്ങിയത്. ഫാദറിന് തൃശ്ശൂരും പാലക്കാട് അങ്ങനെ സ്വന്തമായ ബിസിനസ് ഉണ്ട്, ജ്വല്ലറി ബിസിനസ്. എൻ്റെ ബിസിനസ് 90ൽ തുടങ്ങി. ഇപ്പോൾ 10-35 വർഷമായി. ഈ കാലയളവിൽ ആർക്കെങ്കിലും 1 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഷെയർ ഹോൾഡറിന് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക്, ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അവരുടെ മുതൽ കിട്ടാതിരുന്നിട്ടുണ്ടോ? ഞാൻ പ്രോമിസ് ചെയ്ത ലാഭവിഹിതം മാസം തോറും കിട്ടാതിരുന്നിട്ടുണ്ടോ?
അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ സ്റ്റുഡിയോയിൽ? അതാണ് വലുത്. അല്ലാണ്ട് കടലാസും രേഖയൊന്നല്ല നോക്കുന്നത്. ഇപ്പോ 2-4 വർഷം കൊണ്ടിലൊക്കെ പല കമ്പനികൾ വന്നു അല്ലേ? ആയിരക്കണക്കിന് രൂപ തട്ടിച്ച് വെട്ടിച്ചും കമ്പനി പൂട്ടി മുങ്ങിയവരൊക്കെ ഉണ്ട്. കടലാസ് ഉണ്ടായിട്ട് എന്താ കാര്യം? കടലാസും പിടിച്ചിപ്പോൾ ആൾക്കാർ കോടതി കയറി ഇനി ഒരു 15-25 വർഷം സുപ്രീം കോടതി വരെ ഇത് നടക്കും. പൈസ ഉപഭോക്താക്കൾക്കും കിട്ടില്ല, കടക്കാരനും കിട്ടില്ല, ആർക്കും കിട്ടില്ല. കോടതിയിൽ ഇരുന്നിട്ട് കസ്റ്റഡിയിൽ ഇരുന്ന് ഈ കേസും കൂട്ടായിട്ട് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി നടക്കും. അവിടെ കടലാസൊന്നല്ല, ഈ കഴിഞ്ഞ 161 വർഷത്തെ വിശിഷ്ട പാരമ്പര്യമുള്ള ഗ്രൂപ്പാണിത്. ഞാൻ എൻ്റെതായ ബോബി ചെമ്മണ്ണൂർ ബിസിനസ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പിലുണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, കുടുംബക്കാരുണ്ട് ഒക്കെ. ഇപ്പൊ ഞാൻ ബോച്ചെ ബ്രാൻഡിലാണ് ഞാൻ ചെയ്യുന്നത്, ബോബി ചെമ്മണ്ണൂർ എന്നുള്ളത് അവനാൻ്റെ. അപ്പോ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ബോച്ചയെ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. എൻ്റെ ബ്രാൻഡ്, എന്നിലാണ് വിശ്വാസം. ഞാൻ ഇതുവരെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? അല്ലാതെ ഞായറാഴ്ച ബോച്ചെ ടോഡി പബ്ബില് 600 പേര് ഭക്ഷണം കഴിച്ചു, 4 പേർക്ക് വയറിളകി. അത് ചിലവരെ സമയത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഞാനും എൻ്റെ ഫ്രണ്ട്സും വലിയ കൊഞ്ച് തിന്നുകയാണ്, 3 പേർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ വയറിളകി ഛർദ്ദിച്ച് എൻ്റെ മുഖമൊക്കെ വീർത്ത് ചാവാറായി. അന്ന് എന്തോ ഒരു അവിലോ എന്തോ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. അത് ചില സമയത്ത് ചില ബോഡിയിൽ ഉണ്ടാവാം. അത് ഊതി വീർപ്പിച്ചിട്ട് ആകെ തട്ടിപ്പാണ്, വിഷമാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് പ്ലാൻ, അതിൽ പണിക്കൂലി ഇല്ലാതെ സ്കീമിൽ ചേർന്നു, പണിക്കൂലി ഇല്ലാണ്ട് സ്വർണ്ണം എടുക്കാം. അപ്പൊ പറയാണ് ഈ ഡിസ്കൗണ്ട് പോരാ, മറ്റേ സ്കീമിലെ ഡിസ്കൗണ്ടും കൂടെ ഇതിൽ കിട്ടണം. അങ്ങനെ ഒരു സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു ചേർത്തപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാഫ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, ഒരു ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആനുകൂല്യം കൊടുക്കാൻ പറ്റുമോ? എന്ത് കൊടുത്താലും മതിയാവാത്ത ചില കസ്റ്റമേഴ്സ് ഉണ്ട്. അതിന് നിവൃത്തിയില്ല, കേസും കോടതിയായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഒരു വ്യക്തിയിലാണ് വിശ്വാസം. ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെയും സ്റ്റുഡിയോയിലോട്ട് വിളിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാലോ, എനിക്കൊന്ന് കാണാലോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ. ഈ വയറിളകിയ കേസും ഡിസ്കൗണ്ടും കേസുകളല്ല പറഞ്ഞേ. അല്ലെ ഓച്ചിൻ റിസോർട്ടിൽ ആ ദിവസം താമസിക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ, ചില ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ സ്റ്റാഫിന് പറ്റാം, സ്വാഭാവികമാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ്. പിന്നെ മിസ്റ്റർ സാജൻ, താങ്കളോട് ഈ ബിസിനസ്സിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ താങ്കൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഏതെങ്കിലും കാര്യത്ത് താൻ ഒരു മുട്ടുസൂചി കമ്പനിയെങ്കിലും മിസ്റ്റർ സാജൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാവും ബിസിനസ് എന്താണെന്നുള്ളത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നിങ്ങൾ ഈ ഒരു സ്ക്രീനും വെച്ചുകൊണ്ട് 150 വാർത്തകൾ ഇങ്ങനെ വായിക്കുകയാണ് റെഡിമെയ്ഡായിട്ട്. അപ്പോൾ അങ്ങനെ മാസം 50 ലക്ഷം 1 കോടിയൊക്കെ ഉണ്ടാക്കുന്ന താങ്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ക്യാപിറ്റൽ ഇറക്കി മുതൽ മുടക്കി ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. ബ്രാൻഡ് ഉണ്ടാക്കണം, ക്രെഡിബിലിറ്റി, വിശ്വാസം ഉണ്ടാക്കണം, കഷ്ടപ്പാടുകളുണ്ട്. കഷ്ടപ്പെട്ട് സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ മിസ്റ്റർ സാജന് മനസ്സിലാവില്ല. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ ഈ പറഞ്ഞ മുതൽ മുടക്കിയും കഷ്ടപ്പെട്ടും ക്രെഡിബിലിറ്റിയും വിശ്വാസമൊക്കെ ഉണ്ടാക്കി ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോഴാണ് ബിസിനസ്സിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് മനസ്സിലാവുക. ബിജു തോമസ്, ആൻ മരിയ, മഞ്ജു, അങ്ങനെ പലരും താങ്കളായിട്ട് വളരെ അടുപ്പമുള്ള പല സ്ഥാനത്ത് ഇരുന്നവരൊക്കെയാണ്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഏത് സ്ഥാനത്താണ്? താങ്കൾ പറഞ്ഞില്ലേ ഒരു ഓണർ മാത്രമായിരിക്കണം അവരെ എല്ലാ കമ്പനിയിലും ഒപ്പിടുന്നത്, എല്ലാ സ്ഥാനത്തും ഡയറക്ടറും ചെയർമാനും MD ഒക്കെ ഒരാളായിരിക്കണം എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ കമ്പനിയിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. താങ്കളെ വിശ്വസ്തരോ അടുപ്പമുള്ളവരെയൊക്കെ പലത് ഏൽപ്പിക്കാറില്ലേ, പല സ്ഥാനത്ത് ഇരുത്താറില്ലേ? അപ്പോൾ മിസ്റ്റർ സാജൻ, ഞാൻ വരാം, ഇന്റർവ്യൂ ഒക്കെ അവിടെ നടക്കട്ടെ, അതൊരു സൈഡിൽ അതൊക്കെ നടക്കട്ടെ. എനിക്കിപ്പോൾ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ടൊരു കാര്യമാണ് ഇപ്പം സാജനോട് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, സാജൻ നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. സാജൻ്റെ ഉള്ളിലും ഒരു നല്ല മനസ്സൊക്കെ കാണുമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. സാജൻ ഇപ്പം ഈ വാർത്ത പ്രസ്ഥാനം നിർത്തുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് സാജനൊരു ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തരാമെന്നാണ്.
പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയാം. ഒരു ജില്ലയുടെ തന്നെ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്ന് പറയും, ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി തന്നെ ഞാൻ തരാം. അത് ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ, ഒരു ജില്ല മൊത്തമായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു മാസം സത്യസന്ധമായി ബിസിനസ് ചെയ്ത് കോടികൾ സമ്പാദിക്കാൻ പറ്റും. ഷാജിന് ഇപ്പം എന്താ ഒരു 40 ലക്ഷം തൊട്ട് 1 കോടി വരെയാണ് മാക്സിമം. അതിന് എന്തോരം വാർത്തകളും എന്തോരം എഫേർട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം. ഇത് വളരെ സിമ്പിളാണ്, ഡിമാൻഡാണ്. കാരണം ഒരുപാട് പ്രൈസ് കിട്ടുന്നത് കൊണ്ട് വളരെ ഡിമാൻഡുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ വരുമ്പോൾ ഈ കാര്യവും ഒരു ബിസിനസ് മാൻ ആവുമോ, നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം. ബിസിനസ്സിൻ്റെ സാധ്യതകൾ അനന്തമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് സീരിയസ് ആയിട്ട് ഞാൻ അവിടെ വരുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിനിടയ്ക്ക് ഈ കാര്യവും അതിനുശേഷം നമുക്ക് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. സുഹൃത്തുക്കളെ, ആ ഭാഗം കേട്ടല്ലോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ബോച്ചെ ഭൂമിപുത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം പിന്നെ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിക്ക് അതിനകത്ത് ഷെയറുണ്ട്. അദ്ദേഹം നിയമിച്ച പിന്നെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെതാണ് ഈ 1000 ഏക്കർ സ്ഥലം എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യസ് ബിഗസ്റ്റ് റിസോർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള സ്ഥലമാക്കി അതിനെ അദ്ദേഹം മാറ്റുകയാണ്. അതിൻ്റെ 1ാം ഘട്ടം പിന്നെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ 110 ടെൻറ്റുകളുണ്ട്. ഇനിയും ടെൻറ്റുകളൊക്കെ വരും. പക്ഷേ ഇപ്പോൾ ഉള്ള ടെൻറ്റുകളൊക്കെ തന്നെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 14 കോട്ടേജുകളുണ്ട്. 100 കണക്കിന് കോട്ടേജുകൾ അവിടെ വരാൻ പോവുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഊഞ്ഞാൽ അവിടെ വരാൻ പോകുന്നു. റോളർ സ്കേറ്റിംഗ് അവിടെ വരാൻ പോകുന്നു. എന്നിട്ട് ആത്യന്തികമായി അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ 1000 ഏക്കർ സ്ഥലത്ത് ഒരു ദിവസം 10,000 മുതൽ 20,000 പേർ വരെ വരുന്ന നിലയിൽ അത് വികസിപ്പിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഈ ദുരൂഹമായിട്ടുള്ള കഥാപാത്രം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താ സുഹൃത്തുക്കളെ അദ്ദേഹം പറയുന്നത് ഇപ്പം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് 1000 ഏക്കർ സ്ഥലം അയാൾ സ്വന്തമാക്കി എന്നാണ് അയാൾ പറയുന്നത്. ആ 1000 ഏക്കർ സ്ഥലത്ത് വലിയൊരു ടൂറിസം പദ്ധതി അയാൾ വികസിപ്പിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് അതിൻ്റെ ഉടമാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ അനധികൃതമാണെന്നുള്ള വാദഗതികളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ വയനാടെന്ന് പറഞ്ഞ സ്ഥലത്തെ പരിസ്ഥിതി ലോലമായിട്ടുള്ള ആ സ്ഥലത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി തകർച്ചയ്ക്ക് കാരണക്കാരൻ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ കഥാപാത്രമാണെന്നല്ലേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വയനാടുണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വിവേചനരഹിതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ടൂറിസം പിന്നെ നിർമ്മാണങ്ങളാണെന്ന് ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞതല്ലേ. എന്നോട് രാവിലെ ഇന്ന് ബാദുഷ എന്ന് പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകൻ പറഞ്ഞത് 1000 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ ഏതാണ്ട് 5000-ലധികം റിസോർട്ടുകൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് ബാദുഷ എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് സംഭാഷണ മധ്യേ പറഞ്ഞത് ഈ ബോബി ചെമ്മണ്ണൂർ ഈ സ്ഥലം മേടിച്ചിരിക്കുന്നത് അനധികൃതമായിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾക്ക് നമുക്ക് പിന്നീട് ഏതെങ്കിലും അവസരത്തിൽ പോകാം. എന്തായാലും ഏറ്റവും പരിസ്ഥിതി ലോലമായിട്ടുള്ള ഏറ്റവുമേറെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വയനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് 1000 ഏക്കർ ഭൂമി വാങ്ങി അവിടെ ഒരു വലിയ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്ന ആളാണ് ഈ ബോബി ചെമ്മണ്ണൂറെങ്കിൽ അവിടുത്തെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ കടന്നാക്രമിച്ചിട്ടുള്ള ഒരാൾ ബോബി ചെമ്മണ്ണൂറാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ 1000 ഏക്കർ സ്ഥലത്തിൽ ഏതാണ്ട് 200 ഏക്കർ സ്ഥലങ്ങൾ എന്തോ സൗജന്യമായിട്ട് സർക്കാരിന് കൊടുക്കാൻ പോകുന്നു. അവിടെ എന്തൊക്കെയോ വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒക്കെ വളരെ ദുരൂഹമാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇയാൾ വിവേചനരഹിതമായി നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി വികസിപ്പിച്ചു കൊണ്ടിരുന്ന 1000 ഏക്കർ ഭൂമിയിലെ ടൂറിസം വികസനമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നിരിക്കെ എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഈ ടൂറിസം പദ്ധതി നടത്തിയിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഇയാൾക്കെതിരെ കേസെടുക്കുകയും കഴിയുമെങ്കിൽ ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.